ഇന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്മൃതി ദിനം. മഹാപരിനിർവാൺ ദിവസമായിട്ടാണ് രാജ്യം ഈ ദിനം ആചരിക്കുന്നത്. നെഹ്റു സർക്കാരിന്റെ മുസ്ലിം പ്രീണനത്തെ ശക്തമായി വിമർശിച്ചയാൾ, മലബാർ മാപ്പിള ലഹളയിലെ മുസ്ലിം ക്രൂരതകളെ എതിർക്കുകയും ഖിലാഫത്ത് പ്രക്ഷോഭത്തിന്റെ പൊള്ളത്തരം തുറന്നു പറയുകയും ചെയ്ത അംബേദ്കറിന്റെ നിലപാടുകൾ വർത്തമാനകാല സമൂഹത്തിലും ഏറെ പ്രസക്തമാണ്. ഭരണഘടനാ ശില്പി, സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ നിയമമന്ത്രി, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ ഏറെ വിശേഷണങ്ങളുണ്ട് അംബേദ്കറിന്. സൈനികനായിരുന്ന രാംജി സക്പാൽ, ഭീമാബായി ദമ്പതികളുടെ 14ാമത്തെ മകനായി മഹാരാഷ്ട്രയിലെ മഹർ എന്ന ദളിത് സമുദായത്തിൽ 1891 ഏപ്രിൽ 14-നായിരുന്നു ജനനം. സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്ത് വിദ്യാഭ്യാസം നേടി. ഉന്നത പഠനത്തിനായി ന്യൂയോർക്ക്, കൊളംബിയ സർവകലാശാലകളിലും പിന്നീട് ഇംഗ്ലണ്ടിലും പോയി. നിയമബിരുദവും രാഷ്ട്രതന്ത്രം, നിയമം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടി ഭാരതത്തിൽ തിരിച്ചെത്തി നിയമപരിശീലനം ആരംഭിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രമല്ല, നൂറ്റാണ്ടുകളായി മനുഷ്യാവകാശങ്ങൾക്കും നീതിയും നിഷേധിക്കപ്പെട്ട ജനതയുടെ മോചനത്തിനു വേണ്ടി കൂടിയായിരുന്നു അദ്ദേഹം ജീവിതാവസാനം വരെ പോരാടിയത്. 1927 മഹാഡ് മുനിസിപ്പാലിറ്റിയിലെ പൊതുകുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അംബേദ്കർ ആദ്യമായി സമരത്തിനിറങ്ങിയത്. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത അംബേദ്കർ ന്യൂനപക്ഷ സീറ്റ് സംവരണം വേണമെന്ന നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു. രാജ്യത്തെ പട്ടികജാതിക്കാരുടെ പുരോഗതിക്ക് വേണ്ടി സംവരണമെന്ന ഭരണഘടനാ പരിരക്ഷ നേടിയെടുക്കാൻ കഴിഞ്ഞത് അംബേദ്കറുടെ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ്. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സഭ രൂപപ്പെട്ടത് അംബേദ്കറുടെ നേതൃത്വത്തിലായിരുന്നു. 141 ദിവസം കൊണ്ടാണ് ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറായത്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് വേണ്ടത് ഉൾപ്പെടുത്തി ഭാരതത്തിന്റെ ബഹുസ്വരത നഷ്ടപ്പെടാതെ മഹത്തരമായൊരു ഭരണഘടന രൂപപ്പെടുത്താൻ അംബേദ്കറിനായി. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ അംബേദ്കറെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവഗണിക്കുന്ന കാഴ്ചയാണ് സ്വതന്ത്ര ഭാരതം കണ്ടത്. 1977 അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരായ മൊറാർജി ദേശായിയുടെ സർക്കാരാണ് അംബേദ്കറിന് അർഹമായ പ്രാധാന്യം നൽകിയത്. 1990 രാഷ്ട്രം പരമോന്നത പൗരബഹുമതിയായ ഭാരത് രത്ന നൽകി അംബേദ്കറെ ആദരിച്ചു. 1956 ഡിസംബർ 6 65-ാം വയസ്സിൽ അംബേദ്കർ അന്തരിച്ചു. ഇന്ന് മഹാപരിനിർവാൺ ദിവസമായി രാജ്യം ആ അതുല്യ പ്രതിഭയ്ക്ക് ആദരമർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.